തന്റെ ജീവിതം വെറുതെയാണ് എന്ന് തോന്നുന്ന ആളുകളെ പ്രത്യേകം ആശ്വസിപ്പിക്കുകയും സമാധാനിപ്പിക്കുകയും അവരുടെ ജീവിതം അർത്ഥവത്താണ് എന്ന് ബോധ്യപ്പെടുത്തുകയും ചെയ്യേണ്ടത് ഒരു മുഅ്മിന്റെ ബാധ്യതയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്താണ്. ഒരു കഥ, ഒരു ചരിത്ര സംഭവം സഹീഹായ ഹദീസിൽ കാണാൻ സാധിക്കും. പല ഹദീസ് കിതാബുകളിലും വന്നിട്ടുള്ള ഒരു സംഭവം ഇമാം മുഹമ്മദ് നാസിറുദ്ദീൻ അൽ അൽബാനി റഹിമഹുല്ലാ ബുഖാരിയുടെയും മുസ്ലിമിന്റെയും നിബന്ധനകളോട് യോജിച്ച സഹീഹായ ഹദീസാണ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഹദീസ്. സാഹിർ ഇബ്നു ഹറാം എന്ന് പറയുന്ന ഒരു സ്വഹാബിയുടെ ചരിത്രം. അദ്ദേഹം ഒരു ബദവിയായിരുന്നു, ഒരു അറാബി, ഗ്രാമീണനായ ഒരു വ്യക്തി. മദീനയിലേക്ക് അദ്ദേഹം വരും. മദീനയിൽ നിന്ന് അകലെ മരുഭൂമിയിൽ ഒരു നാട്ടുമ്പുറത്താണ് അദ്ദേഹം ജീവിക്കുന്നത്. മദീനയിൽ വന്ന് കച്ചവടം ചെയ്യും. അദ്ദേഹം കച്ചവടം ചെയ്ത് മടങ്ങിപ്പോകുമ്പോ, കുറച്ചു ദിവസം മദീനയിൽ താമസിച്ച് മടങ്ങുമ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന്റെ വാഹനപ്പുറത്ത് മദീനയിൽ നിന്നുള്ള വിഭവങ്ങൾ നിറച്ചു കൊടുക്കുമായിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങേയറ്റം ഇഷ്ടപ്പെട്ടിരുന്ന ഒരു സഹാബിയാണ് ഈ സാധുവായ മനുഷ്യൻ. എത്രത്തോളം എന്ന് വെച്ചാൽ ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്ന സാഹിറൻ ബാദിയതുനാ വനഹ്നു ഹാദിറൂൻ. സാഹിർ എന്ന് പറയുന്ന ഈ വ്യക്തി നാട്ടുംപുറത്ത് നമ്മുടെ ആളാണ്, നമ്മൾ ഈ നഗരത്തിൽ മദീനയിൽ അദ്ദേഹത്തിന്റെ ആളുകളാണ് എന്ന് അവിടുന്ന് പറയുമായിരുന്നു. എന്ന് പറഞ്ഞാൽ നാട്ടുംപുറത്തേക്ക്, ഈ മരുഭൂമിയിലേക്ക് പോയാൽ നമുക്ക് അവിടെ ഇയാളുണ്ട്, അദ്ദേഹം എങ്ങോട്ട് വന്നാൽ അദ്ദേഹത്തിലൂടെ നമ്മളുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുമായിരുന്നു. ഒരിക്കൽ ഇദ്ദേഹം മദീനയിൽ കച്ചവടം ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അങ്ങാടിയിൽ കച്ചവടത്തിലാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന്റെ പിറകിലൂടെ വന്ന് അദ്ദേഹത്തെ തന്റെ നെഞ്ചിലേക്ക് അമർത്തി പിടിച്ചു, കെട്ടിപ്പിടിച്ചു. ഇദ്ദേഹത്തിന് കാണാൻ സാധിക്കുന്നില്ല ആരാണ് പിന്നിൽ. അദ്ദേഹം ചോദിച്ചു, ആരാണ് എന്റെ പിന്നിലുള്ളത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തെ പതുക്കെ ഒന്ന് അയച്ചു വിട്ടു. അദ്ദേഹം കണ്ടു അള്ളാഹുവിന്റെ റസൂലാണ്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വീണ്ടും അദ്ദേഹത്തെ ഇങ്ങനെ തന്റെ നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ചുകൊണ്ട് ഉറക്കെ വിളിച്ചു പറഞ്ഞു, മൻ യശ്തരി ഹാദൽ അബ്ദ്, ഈ അടിമയെ ആരാണ് വാങ്ങുക? ആർക്കാണ് ഈ അടിമയെ വേണ്ടത് എന്ന് പറഞ്ഞു. അദ്ദേഹം അടിമയല്ല, സ്വതന്ത്രനാണ്, അറാബിയാണ്, പക്ഷെ സ്വതന്ത്രനാണ്. ഇത് കേട്ടപ്പോ അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത ബന്ധമുള്ളയാളാണ്. പക്ഷേ അദ്ദേഹത്തിന്റെ മനസ്സിന്റെ അടിത്തട്ടിലുള്ള വേദന, താനൊരു അറാബിയാണ്, തനിക്ക് സ്ഥാനം കുറവാണ് എന്നുള്ള ഒരു ചിന്ത അദ്ദേഹത്തിന്റെ മനസ്സിലുണ്ട്. അത് പുറത്തേക്ക് വന്നു. അദ്ദേഹം പറഞ്ഞു, തജിദുനി വല്ലാഹി യാ റസൂലല്ലാഹി കാസിദ, അല്ലാഹുവിന്റെ റസൂലേ, എന്നെ താങ്കൾ വിൽക്കാൻ നോക്കിയിട്ട് കാര്യമില്ല, കച്ചവടം നഷ്ടമായിരിക്കും, ആരും എന്നെ വാങ്ങാൻ പോകുന്നില്ല എന്ന് അദ്ദേഹം പറഞ്ഞു. അപ്പൊ തന്റെ ജീവിതത്തിന് ഒരു മൂല്യമില്ല, താൻ വില കുറഞ്ഞ ഒരാളാണ് എന്നൊരു ചിന്ത അദ്ദേഹത്തിന്റെ മനസ്സിലുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തെ ആദരിക്കാറുണ്ട്, സൽക്കരിക്കാറുണ്ട്, ഹദിയകൾ കൊടുക്കാറുണ്ട്, അദ്ദേഹം കൊടുക്കുന്ന ഹദിയകൾ വാങ്ങാറുണ്ട്. പക്ഷെ എന്നാലും എന്തെങ്കിലും അനുഭവം കൊണ്ടായിരിക്കാം അദ്ദേഹത്തിന്റെ മനസ്സിൽ ഇങ്ങനെ ഒരു ചിന്തയുണ്ട്. അത് കേട്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ വാക്കുകൾ നോക്കൂ. എങ്ങനെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ മനുഷ്യനെ ആശ്വസിപ്പിച്ചത്? അവിടുന്ന് പറഞ്ഞു, വലാകിന്നക ഇൻദല്ലാഹി ലസ്ത ബികാസിദ്, അല്ലാഹുവിന്റെ അടുക്കൽ നീ വില കുറഞ്ഞവനല്ല. ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്ന ആൾ പറയുന്നു, റാവി പറയുന്നു, അല്ലെങ്കിൽ ഒന്നുകിൽ ഇങ്ങനെ പറഞ്ഞു, അല്ലെങ്കിൽ ലാകിൻ ഇൻദല്ലാഹി അൻത ഗാലിൻ, അല്ലാഹുവിന്റെ അടുക്കൽ നീ വളരെ വിലപിടിപ്പുള്ളവനാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അങ്ങനെ ആ മനുഷ്യന്റെ മനസ്സിലെ ആ വിഷമം അവർ അകറ്റി കൊടുത്തു. നോക്കൂ സഹോദരങ്ങളെ, ഇങ്ങനെ വേദനിക്കുന്ന ആളുകളുടെ അവരുടെ വിഷമം കണ്ടു കഴിഞ്ഞാൽ അതൊരു വാക്കിലൂടെയോ ഒരു മുഖഭാവത്തിലൂടെയോ പോലും പുറത്തു വന്നാൽ ആശ്വസിപ്പിക്കുക എന്നുള്ളത് അള്ളാഹുവിന്റെ സിഫത്താണ്, റസൂലിന്റെ സിഫത്താണ്. മുഅ്മിനീങ്ങളോട് അള്ളാഹു തആല കൽപ്പിച്ചിട്ടുള്ള കാര്യമാണ്. അത് വിഷമങ്ങളിൽ മാത്രമല്ല, സന്തോഷമുണ്ടാകുന്ന അവസരത്തിലും നമ്മുടെ സഹോദരങ്ങളുടെ സന്തോഷത്തിൽ പങ്കെടുക്കുക എന്നുള്ളത് അവരുടെ മറ്റു വിഷമങ്ങൾ അകറ്റാൻ കാരണമാകും. അതും നമ്മൾ ശീലിക്കേണ്ട ഒരു സ്വഭാവമാണ്. കഅബ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസ് നിങ്ങൾ എല്ലാവരും കേട്ടിരിക്കും. അദ്ദേഹം തബൂക്ക് യുദ്ധത്തിൽ പങ്കെടുക്കാതെ പിന്തി നിൽക്കുകയും അതിന്റെ പേരിൽ അള്ളാഹുവിന്റെ റസൂലും സ്വഹാബത്തും അദ്ദേഹത്തോട് ബന്ധം മുറിക്കുകയും ചെയ്തു. 50 ദിവസം ആരും അദ്ദേഹത്തോട് സലാം പറഞ്ഞില്ല. സലാം പറഞ്ഞാൽ മടക്കുകയില്ല. ഭാര്യമാർ പോലും അദ്ദേഹത്തെയും കൂട്ടുകാരെയും അവരവരുടെ ഭാര്യമാർ ഉപേക്ഷിച്ചു പോയി. ഇങ്ങനെയുള്ള സന്ദർഭത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവരുടെ മനസ്സിലെ വിഷമം അറിയുകയും അവരുടെ തൗബ സ്വീകരിക്കുകയും അത് വിശുദ്ധ ഖുർആനിലൂടെ പ്രഖ്യാപിക്കുകയും ചെയ്തു. അങ്ങനെ തന്റെ തൗബ സ്വീകരിക്കപ്പെട്ടു എന്ന സന്തോഷത്തിൽ അദ്ദേഹം പള്ളിയിലേക്ക് വരികയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സ്വഹാബത്തും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചുറ്റും സ്വഹാബത്തും ഇരിക്കുന്നുണ്ട്. ആ മജ്ലിസിൽ നിന്ന് ഒരു സ്വഹാബി ഇദ്ദേഹത്തെ ദൂരെ നിന്ന് കണ്ടപ്പോ പെട്ടെന്ന് എഴുന്നേറ്റ് അദ്ദേഹത്തിന്റെ അടുത്തേക്ക് വന്നു. ആദ്യമായി മുന്നിൽ വന്ന് അദ്ദേഹത്തിന് കൈകൊടുത്ത് അദ്ദേഹത്തെ സന്തോഷിപ്പിച്ചു. അദ്ദേഹത്തോട് ആശംസകൾ പറഞ്ഞു. നിന്റെ തൗബ അല്ലാഹു സ്വീകരിച്ചതിൽ നീ സന്തോഷിച്ചു കൊള്ളുക എന്ന് പറഞ്ഞു. തുൽഹത്ത് ഇബ്നു ഉബൈദില്ലാഹ് റളിയല്ലാഹു അൻഹു ആയിരുന്നു ചെയ്തത്. കഅബ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു പറയുന്നു, വല്ലാഹി ലാ അൻസാഹാ ലിതുൽഹ, അല്ലാഹുവാണ് സത്യം, തുൽഹത്ത് ഇബ്നു ഉബൈദില്ലാഹ് അദ്ദേഹം ചെയ്ത ആ പ്രവൃത്തി എന്റെ അടുത്തേക്ക് ഇങ്ങോട്ട് വന്ന്
എന്നോട് ആശംസ നേർന്നു, എന്നെ സന്തോഷിപ്പിച്ചു എന്നത് ഞാൻ ഒരിക്കലും മറക്കുകയില്ല. ഇതായിരിക്കണം നമ്മുടെ സ്വഭാവം സഹോദരങ്ങളെ. നമ്മുടെ സഹോദരങ്ങളുടെ സന്തോഷങ്ങളിലും ദുഃഖത്തിലും പങ്കുചേരുക, ദുഃഖിക്കുന്നവരെ ആശ്വസിപ്പിക്കുക, അവരുടെ മനസ്സിലെ മുറിവുകൾ ഉണക്കാൻ പറ്റുന്നിടത്തോളം അതിനുവേണ്ടി വാക്കുകൾ കൊണ്ടെങ്കിലും നമ്മൾ പരിശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. അറബിയിൽ അറിയപ്പെട്ട ഒരു പഴഞ്ചൊല്ലുണ്ട്, മൻ സാറ ബൈന الناس جابرا للخواطر അദ്റകഹു അല്ലാഹു അസ്സ വജല്ല ഫീ ജൗഫിൽ മഖാതിർ. ആരാണോ ആളുകളുടെ വിഷമങ്ങൾ അകറ്റാൻ വേണ്ടി ജനങ്ങൾക്കിടയിൽ നടക്കുന്നത്, ആളുകളുടെ പ്രയാസങ്ങൾ നീക്കാൻ വേണ്ടി പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്നത്, അല്ലാഹു സുബ്ഹാനഹു വ തആല പരീക്ഷണങ്ങളുടെയും പ്രതിസന്ധികളുടെയും കൂമ്പാരങ്ങളിൽ നിന്ന് അവനെ രക്ഷപ്പെടുത്തുന്നതാണ്, അവന് ആശ്വാസം നൽകുന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാവരുടെയും സ്വഭാവം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും സ്വഹാബത്തിന്റെയും സ്വഭാവങ്ങളോട് യോജിക്കുന്ന രീതിയിലാക്കി തീർക്കുമാറാകട്ടെ. اللهم اهدنا لأحسن الأخلاق لا يهدي لأحسنها إلا أنت واصرف عنا سيئها لا يصرف عنا سيئها إلا أنت. اللهم اغفر للمسلمين والمسلمات والمؤمنين والمؤمنات الأحياء منهم والأموات وصل اللهم وسلم وبارك